നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആയില്യം നക്ഷത്രം. ആയില്യ നക്ഷത്രക്കാർക്ക് വ്യാഴം 1ഉം 2ഉം ഭാവങ്ങളിലും ശനി 9ഉം 10ഉം ഭാവത്തിലും 6, 8, 7 ഭാവങ്ങൾ ഗോചരം ചെയ്യുന്ന കാലമാകയാൽ, രാഹു കാലമാകയാൽ നിങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ, ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് വളരെ ശാന്തമായൊരു അന്തരീക്ഷം കൈവരുന്നതാണ്. ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ധാരാളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ പഴയ ഭവനം ബോഡി പിടിപ്പിക്കാനോ പുതിയത് പണിയാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നുണ്ട്. ധാരാളം സാമ്പത്തിക സഹായം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. ക്രയവിക്രയം, ഊഹ കച്ചവടത്തിൽ ലാഭം ഇവയൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുടുംബത്തിലെ മനസ്സമാധാനം, ഐശ്വര്യം, സന്തോഷം ഇവയൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. ക്ഷിപ്രകോപം നിയന്ത്രിക്കുന്നത് വളരെ നന്നായിരിക്കും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷം തോന്നുന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിന് വല്ലാത്തൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകും. സന്താനങ്ങൾക്ക് ജോലിയും അതുപോലെ തന്നെ ശമ്പള വർധനവും ഒക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ആദായവും ലഭിക്കുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് ബഹുമതികൾ തേടിയെത്തുന്ന വർഷമാണ്. അധിക ചെലവുകൾ കാരണം സാമ്പത്തിക പരാധീനകൾ നല്ലതുപോലെ ഉണ്ടാകാം. മറ്റുള്ള പരിപാടികൾക്കൊക്കെ ധാരാളം പണം ചെലവഴിക്കേണ്ടി വരുന്നതുകൊണ്ട് സാമ്പത്തിക പരാധീനത വർഷാവസാനം നല്ലതുപോലെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. കർമ്മരംഗത്ത് ഗുണവും അതുപോലെ തന്നെ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ നടക്കുകയും അതിനുവേണ്ടി ധാരാളം ചെലവുകളൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ്. വർഷമധ്യത്തിലെ കർമ്മ പുരോഗതി, പുതിയ പദ്ധതി ആവിഷ്കാരമൊക്കെ നടപ്പിലാക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ നല്ല രീതിയിൽ താല്പര്യം വർദ്ധിക്കും. ക്ഷേത്രത്തിൽ പോകാനും പുണ്യക്ഷേത്ര ദർശനവും അതുപോലെ സത്സംഗങ്ങളും സജ്ജന സംസർഗവും ഒക്കെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇഷ്ടംപോലെ ചെയ്യാനായിട്ട് മനസ്സ് കർമ്മരഹിതമായിട്ടിരിക്കുന്നതാണ്. കുടുംബത്തിലുള്ള മംഗളകർമ്മങ്ങളിലൊക്കെ നിങ്ങൾ ഓൾ ഇൻ ഓൾ ആയിട്ട് ആദ്യ അവസാനം പങ്കെടുക്കാനൊക്കെ നിങ്ങളുടെ മനസ്സ് ഭയങ്കര ഉത്സാഹപൂരിതമായിരിക്കും. സന്താന ഭാഗ്യം ആഗ്രഹിച്ചിരുന്നവർക്ക് അത് ലഭ്യമാകുന്നതാണ്. പ്രാർത്ഥനയും ചികിത്സയുമായിട്ട് കഴിഞ്ഞ് ഇതുവരെ നിങ്ങൾക്ക് ഗുണമുണ്ടായിരുന്നില്ല എങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് സന്താന ഭാഗ്യം കൈവരുന്നതാണ്. അതിനുള്ള നേട്ടവും സൗഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥനകൾ കൊണ്ട് കിട്ടുന്നുണ്ട്. ഗുണഫലങ്ങൾക്കായിട്ട് വ്യാഴാഴ്ച ദിവസം ഭാഗ്യസൂക്തവും അതുപോലെ തന്നെ കൃഷ്ണന് തുളസിമാല, ബുധനാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പറ്റുന്നതുപോലെ തന്നെ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തിനുള്ളിൽ തന്നെ കൃഷ്ണനെ ദർശനം നടത്തി, ക്ഷേത്ര ദർശനം നടത്തി, അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്കൊക്കെ കത്തിക്കുകയും അതുപോലെ ഭാഗ്യസൂക്തം, തുളസിമാല, ഇല്ലെങ്കിൽ വെണ്ണ, ത്രിമധുരം, കൃഷ്ണന് തൃക്കൈ വെണ്ണയൊക്കെ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ഗുണാനുഭവങ്ങൾക്ക് നല്ലതാണ്. എന്നിട്ട് അത് കുറച്ച് പ്രസാദം നിങ്ങളും കൂടെ സേവിക്കാം. ഹനുമാൻ ചാലീസ് വീട്ടിലിരുന്ന് പാരായണം ചെയ്യുന്നതും നന്നായിരിക്കും.